ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. ചെയിൻ സ്പേസ് ഈ ഒരു സർക്കിളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും, യാനോൾ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഈ ഒരു സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു യാണുണ്ടല്ലോ, അപ്പോൾ നമ്മളിതിങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സർക്കിൾ മിസ്സായി പോകും. ഈ ഒരു സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാനോൾ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3rd സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, 4th, 5th, 6th. അങ്ങനെ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ആ ഒരു സർക്കിൾ റിമൂവ് ആയി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണൂലേ, ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ആണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, 2 ലൂപ്പ് കിട്ടും, ഞാൻ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിത് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ്. നമ്മളിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്തത് നമ്മൾ 8 സിംഗിൾ ക്രോഷേ ആയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാനോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ച് സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒന്ന് ചെയ്തു, സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഇനി 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4th സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 5th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ താഴെ ചെയ്ത 6 സ്റ്റിച്ചിൻ്റെ മുകളിലും 2 വീതം ചെയ്ത് 12 സ്റ്റിച്ചാക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇവിടെ കാണുമല്ലോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ചിൽ നിന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഇത് നമ്മൾ 3ാമത്തെ റൗണ്ടാണ്. 3ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ 1 2 ആയി. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ 1 സിംഗിൾ ക്രോഷേ, അടുത്തതിൽ 2 സിംഗിൾ ക്രോഷേ, ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ മുഴുവനും നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ നേരത്തെ 12 സ്റ്റിച്ചാണ് ഉള്ളത്, അതിൽ നമ്മൾ 6 പ്രാവശ്യം ഇൻക്രീസിങ് ചെയ്തിട്ട് 18 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. 1 ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മളെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കണേ. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് വീണ്ടും നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 4th റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 4th റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക. 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ റിപ്പീറ്റ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ എത്തിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ റൗണ്ടും നിങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ 5ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിലൊന്ന് ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിനും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 4th വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുക. 4th സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യണം. ഒന്ന് ചെയ്തു. സെയിം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1, അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3, അടുത്ത ചെയിനിൽ നമ്മൾ 4ാമത്തെ ചെയിനാണ്. 4ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ചുറ്റിലും ചെയ്ത് തിരിച്ചു വരാം. ഈ റൗണ്ടിൽ മുഴുവൻ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസിങ്, 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടും നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകണം കേട്ടോ. അതിന് പ്രത്യേകം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 4th സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിവിടെ 5th സ്റ്റിച്ചിലാണ് ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. 5th സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 4th സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മൾ 5th സ്റ്റിച്ചിൽ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസിങ്, 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ റൗണ്ട് നമ്മൾ മുഴുവനും 4 സിംഗിൾ ക്രോഷ്യ, 5th ചെയിനിൽ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 36 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ റിമൂവ് ചെയ്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ റൗണ്ട് നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിന് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. അടുത്തതിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ 2ാമത്തെ സിംഗിൾ ക്രോഷ്യ, 3, അടുത്ത സ്റ്റിച്ചിൽ 4,
അടുത്ത സ്റ്റിച്ചിൽ 5. ഈ റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ആണ്. അപ്പോൾ ആറാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5. 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ആറാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 5 സിംഗിൾ ക്രോഷേ ചെയ്യുക. ആറാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ റൗണ്ടിലും ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എവിടെ സ്റ്റിച്ചസ് മിസ്സായി എന്ന് മനസ്സിലാവുക. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ്, 8ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 7ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 42 സ്റ്റിച്ചസ് കിട്ടണം. ഇനി അടുത്ത റൗണ്ട് 7ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 5 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ റൗണ്ടിലും ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എവിടെ സ്റ്റിച്ചസ് മിസ്സായി എന്ന് മനസ്സിലാവുക. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ്, 8ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 7ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 42 സ്റ്റിച്ചസ് കിട്ടണം. ഇനി അടുത്ത റൗണ്ട് 7ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ, 7ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസിങ്. അപ്പം ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 2, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 3, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ 4, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 5, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 6. അങ്ങനെ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 7ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 7ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 1, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 2, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 3, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 4, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 5, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ 6. ഇനി നമ്മൾ 7ാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ, ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ചസ് കിട്ടണം. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഭാഗം നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് 48 സ്റ്റിച്ച് കിട്ടിയെന്ന് കണ്ടാൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. നമ്മൾ 9ാമത്തെ റൗണ്ടാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 9ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ഫസ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 2 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5, അടുത്ത സ്റ്റിച്ചിൽ 6 7 8 9 10 11 12. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. 46 47 48. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 10ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ,
അടുത്ത സ്റ്റിച്ചിൽ തേർഡ് സിംഗിൾ ക്രോഷേ 3 4 5 6 7 7 സിംഗിൾ ക്രോഷേ അതിൽ നമുക്ക് 2 എട്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 7 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 7 സിംഗിൾ ക്രോഷേ. എട്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എട്ടാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ റൗണ്ടിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ 10ാമത്തെ റൗണ്ടിൽ 7 സിംഗിൾ ക്രോഷേ, 8ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസിങ്, 7 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 54 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യാം. ഇനി 11ാമത്തെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് 11 മുതൽ 18 വരെ 8 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമുക്ക് അടുത്ത 2, അടുത്ത സ്റ്റിച്ചിൽ 2, അടുത്തതിൽ 3 4 ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 5 6 ഈ റൗണ്ടിൽ ഇനിയുള്ള 6 റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റിച്ചസും കൗണ്ട് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 54 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും അടുത്തതിൽ സ്റ്റിച്ച് മാർക്കർ എടുത്ത് അതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു 6 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ചെയ്യുക. ഇവിടുന്ന് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും നമുക്കതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇവിടുന്ന് നമുക്ക് 6 റൗണ്ട് കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 10 മുതൽ 18 വരെ 8 റൗണ്ട്, 10ാമത്തെ റൗണ്ട് മുതൽ 18ാമത്തെ റൗണ്ട് വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. നമ്മൾ ഓരോ റൗണ്ടിലും 54 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ 19ാമത്തെ റൗണ്ട് ചെയ്യാണ്. 19ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമ്മൾ 19ാമത്തെ റൗണ്ടിൽ 7 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ 2 3 4 5 6 7 7 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. യാണോവർ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. യാണോവർ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത 7 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1, അടുത്ത സ്റ്റിച്ചിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5, അടുത്ത സ്റ്റിച്ചിൽ 6, അടുത്തതിൽ 7. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 7 സ്റ്റിച്ചസിലും ചെയ്തു. ഇനി 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോവർ ചെയ്യുക. ആദ്യം 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി വീണ്ടും അടുത്ത 7 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. റൗണ്ട് മുഴുവൻ നമ്മൾ 7 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ്, 7 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ 20ാമത്തെ റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അല്ല, സ്റ്റിച്ച് മാർക്കർ ചെയ്ത ആ ഒരു ഇട്ട ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കതിൽ
ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. 1 ചെയ്തു, 2, അടുത്ത സ്റ്റിച്ചിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള കൗണ്ട് ചെയ്ത് ചെയ്യുക. ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റിച്ചസ് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് 48 സ്റ്റിച്ച് കിട്ടിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 20ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ 48 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടിയത്. ഇത് നമ്മൾ 21ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ 21ാമത്തെ റൗണ്ടിൽ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി നമ്മൾ ഇതിൽ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6. 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇനി റൗണ്ട് മുഴുവനും 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, 6 സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് എന്നുള്ളത് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ റൗണ്ട് നമ്മൾ 21ാമത്തെ റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, 6 സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് എന്നുള്ളത് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ 22ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സ്റ്റിച്ചസ് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള സ്റ്റിച്ചസ് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ റൗണ്ടിൽ 22ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമ്മൾ 23ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 6ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 1, അടുത്ത ചെയിനിൽ 2, അടുത്ത ചെയിനിൽ 3, അടുത്ത ചെയിനിൽ 4, അടുത്ത ചെയിനിൽ 5. അങ്ങനെ നമ്മൾ 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇതുവരെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ 23ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് 23ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 23ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക കേട്ടോ. ഓരോ റൗണ്ടിലും ഞാൻ നമ്പർ പറയുന്നത് നിങ്ങൾ ആ റൗണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ
ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ 24ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സ്റ്റിച്ചാണോ കിട്ടുന്നത് നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചസ് കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ആ ഒരു ഇതിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 36 സ്റ്റിച്ചസ് കിട്ടണം. അപ്പോൾ 24ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 24ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് 36 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ 25ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ 25ാമത്തെ റൗണ്ടിൽ നമ്മൾ സെയിം തന്നെയാണ് 24ാമത്തെ റൗണ്ട് ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 25ാമത്തെ റൗണ്ടും 24ാമത്തെ റൗണ്ടിലും നമ്മൾ സെയിം ആണ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ചുറ്റിലും ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 25ാമത്തെ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ 26ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ഇതുവരെ ചെയ്ത പാറ്റേൺ അല്ല. ഈ ഒരു പാറ്റേൺ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ 10 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെക്കൻഡ് വണ്ണിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5, അടുത്ത സ്റ്റിച്ചിൽ 6, അടുത്ത സ്റ്റിച്ചിൽ 7, അടുത്തതിൽ 8, അടുത്ത സ്റ്റിച്ചിൽ 9, 10. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള 10 ചെയിനിലും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 11ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 12ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 10 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 11ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 12ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യാനുണ്ടാവും. 10 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്തും. അതുകൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 10 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 33 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ 26ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 33 സ്റ്റിച്ചസ് കിട്ടും. ഇനി അടുത്ത റൗണ്ട് 27ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 27ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 33 സ്റ്റിച്ച് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ 27ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇങ്ങനെ നമ്മൾ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വിടുത്ത് കുറഞ്ഞ് വരുന്നതായി കാണാം നമുക്ക്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് 33 സ്റ്റിച്ച് തന്നെയാണ് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് 28ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 9 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3 4 5 6 7 8 9. നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള 9 സ്റ്റിച്ചിലും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 11ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2
3 4 5 9 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് 9 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 28ാമത്തെ റൗണ്ടിൽ 9 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 29ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 29ാമത്തെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണോ എന്ന് കിട്ടുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 29ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു നമുക്ക് 30 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് 30ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു 30ാമത്തെ റൗണ്ട് നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 1 ചെയ്തു, അടുത്ത ചെയിനിൽ 2, അടുത്ത ചെയിനിൽ 3, അടുത്ത സ്റ്റിച്ചിൽ 4 5 6 7 8 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് മുഴുവനും നമ്മൾ 9 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് 9 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് കൂടി 2 പ്രാവശ്യം കൂടി ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ എത്തും. എന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 30ാമത്തെ റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, ഞാൻ നേരത്തെ 9 എന്ന് പറഞ്ഞു കേട്ടോ, സോറി, 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 31ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് കിട്ടണം കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിച്ചസും കൗണ്ട് ചെയ്ത് പോവുക. എല്ലാ റൗണ്ടും കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രം, കറക്റ്റ് ആണെങ്കിൽ മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ചെയിനും ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ചസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ ടെക്സ്റ്റിൽ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് നോക്കുക, ആ എഴുതിയത് നോക്കിയിട്ട് അത് കറക്റ്റ് ആണോ നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഓരോ റൗണ്ടും ചെയ്തിട്ട് ആദ്യം വീഡിയോ കാണുക, അതിന് ശേഷം എഴുതി വെക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ റൗണ്ടും സ്റ്റിച്ചസും നമ്പേഴ്സും ഒക്കെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഓരോ റൗണ്ട് എഴുതി വെക്കുക, അതിന് ശേഷം ആ റൗണ്ട് ചെയ്യുക. വീണ്ടും അടുത്ത റൗണ്ട് കാണുക, എന്നിട്ട് എഴുതി വെക്കുക, എന്നിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്, അല്ലാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല. സ്റ്റിച്ചസ് കാണുമ്പോഴും നമ്പേഴ്സ് കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് എനിക്ക് 27 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 31ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് കിട്ടണം. ഇനി 32ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 ഓൾറെഡി നമ്മൾ 1 ചെയ്തു, സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തു. 2 3 4 5 6 7 7 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും
9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 7 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, 7 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് 2 പ്രാവശ്യം കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റിച്ച് മാർക്കർ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 34ാമത്തെ റൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, അടുത്തതിൽ സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത 6 സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡിക്രീസിങ്, 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 34ാമത്തെ റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം, അതിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് മാർക്കറിൽ അതിൽ യാണുവ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണുവ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് യാണ് കട്ട് ചെയ്യുന്നുള്ളൂ, അധികം യാൺസ് എടുക്കുന്നില്ല. നമ്മൾ ഹെഡിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാനുള്ളത്, ഹെഡിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ യാണ് അധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം.